സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായി DGP മനോജ് എബ്രഹാം. AI വഴിയുള്ള തട്ടിപ്പ് വെല്ലുവിളി ഉയർത്തുന്നുവെന്നും മനോജ് എബ്രഹാം 24നോട് പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയൊരു സൈബർ സുരക്ഷ ബന്ധപ്പെട്ട ഒരു സമ്മേളനമാണ് നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംസ്ഥാനത്ത് ഈ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരിക. അപ്പോൾ എത്രത്തോളം ജാഗ്രതയാണ് നമ്മുടെ കേരള പോലീസ്? ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നും ഒരു പുതിയ സൈബർ ക്രൈം വരുന്ന ഒരു സംഗതിയാണ് കാണുന്നത്. പുതിയ ടെക്നോളജി വരുന്നുണ്ട്, പുതിയ ക്രിമിനൽസ് പുതിയൊരു മോഡസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ക്രൈംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതിന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ള ഒരു ജുറിസ്ഡിക്ഷൻ ഇല്ലാത്ത ഒരു ക്രൈമാണ്. അതുകൊണ്ട് നമുക്ക് എന്താ കോപ്പറേഷനും കോർഡിനേഷനും ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസം കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം വർധന നമ്മുടെ സംസ്ഥാനത്തെ സൈബർ ക്രൈം ഉണ്ടായി? ഇതൊരു എല്ലാ വർഷവും നമ്മളൊരു 20 തൊട്ട് 30% വരെ ഒരു വർധന കാണുന്നുണ്ട്. അതിന്റെ എമൗണ്ടിലായാലും ടെക്നോളജിയിലായാലും ഈ എല്ലാവരും കൂടുതൽ ടെക്നോളജിയിലോട്ടും ഓൺലൈൻ ട്രേഡിങ്ങിലോട്ടും ഓൺലൈൻ ട്രാൻസാക്ഷൻസിലോട്ടും വരുമ്പോൾ ഇത് കൂടുന്ന ഒരു സ്വാഭാവികമായിട്ട് കാര്യമാണ്. പക്ഷെ അത് ഈ എഡ്യൂക്കേഷൻ ഇല്ലാത്തയും ഒരു അശ്രദ്ധയും ഇവരുടെ ഒരു അവയർനെസ് ഇല്ലായ്മ കുറെ കൂടുതൽ ക്രൈംസിലോട്ട് കൊണ്ടുവന്നത്. സൈബർ തട്ടിപ്പ് നടക്കുമ്പോൾ മറുവശത്ത് AI-യുടെ ഇൻഫ്ലുവൻസ് ഒരു വശം നടക്കുന്നുണ്ട്, AI വഴിയുള്ള തട്ടിപ്പുകൾ നടക്കുന്നത്. അത് കേരള പോലീസിന് വെല്ലുവിളിയാണോ? അതെ, അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് ബോട്ടായിട്ട് വളരെ മാസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ ഇൻഡിവിജ്വൽ ആകുമ്പോഴത്തേക്ക് ഒരു അറ്റാക്സ് മാത്രമേ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ AI വരുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ആയിട്ട് അറ്റാക്സ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ല, അതിന്റെ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. AI വെച്ചിട്ട് എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനത്തെ ക്രൈംസ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും, എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും, ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് പറ്റത്തുള്ളൂ. ഈ ജുറിസ്ഡിക്ഷൻ ഇങ്ങനെ ഉണ്ടായിട്ട് പ്രിവെൻഷനായി അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ പിന്നെയും കേസ് വരാം. കേസ് വന്നു കഴിഞ്ഞാൽ പോലീസ് ഓഫീസേഴ്സ്, ഇപ്പം ഓരോ പോലീസ് ഓഫീസർ അല്ലെ ഒരു സൈബർ സെൽ ഒരു സൈബർ ഡോം മാത്രം ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് എല്ലാ പോലീസ് വിങ്സും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിങ്ങനത്തെ ഒരു ട്രെയിനിങ് കൊടുത്താൽ കഴിഞ്ഞാലേ സാധിക്കത്തുള്ളൂ. ഡിജിറ്റൽ അറസ്റ്റിന് വിധേയരാകുന്ന ആളുകളുടെ പരാതികളിൽ എപ്പോഴും അന്വേഷണം കൊമ്പ് ഇതിന്റെ അറ്റത്താരാണ് നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടോ? എന്താണ് ഇതിന്റെ ഈ ആളുകൾ പിടികൂടാൻ എന്താണ് നീക്കം? ബേസിക്കലി ഇത് ഡിജിറ്റൽ അറസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ അവയർനെസ് ഏറ്റവും കൂടുതലുള്ള പ്രൈം മിനിസ്റ്റർ തന്നെ, ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ തന്നെ കഴിഞ്ഞ മൻ കി ബാത്തിൽ ഈ കാര്യം പറയുകയുണ്ടായി. ആൾക്കാരെ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. അതല്ലാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും പോലീസ് തന്നെ നമ്മൾ കുറെ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഡിറ്റക്ഷനൊക്കെ റേറ്റ് വളരെ കുറവാണ്. ഇത് ഈ സംസ്ഥാനത്ത് നിന്നല്ല നടക്കുന്നത്, വേറെ രാജ്യങ്ങളിൽ ഇരുന്നിട്ട് ആൾക്കാർ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ. അതുകൊണ്ട് ഇത് പിടിക്കാനും അത് റിക്കവർ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അന്നത്തെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പ്രിവെൻഷൻ തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.